അപ്പോൾ ഇന്ന് ഞങ്ങൾ ആ ചലഞ്ച് കണ്ട മാതിരി ഇവിടെ ഒരു ഞങ്ങൾ ഏരിയയിൽ തന്നെ മലപ്പുറത്ത് കുന്നുമലായിട്ട് ഒരു പേരുണ്ട്, എന്താ പേര് പറയാം, അമ്മത്തൊട്ടിൽ വരുന്നുണ്ട് ഈ അനാഥ കുട്ടികളെ ദത്തെടുക്കണത്. ഓക്കെ, സോ അവിടേക്ക് പോകണം. ഞാൻ ഓരോ പറഞ്ഞതാണ് ഇങ്ങനെ ആദ്യം വരും എന്നുള്ളത്. ഞാൻ തലേദിവസം പോയി ഓരോ സൂചിപ്പിച്ച് കൊടുത്തു, എന്നിട്ടാണ് ഇന്ന് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ സ്ഥലം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ എന്നാൽ ഞാൻ അവരോട് നിങ്ങൾക്ക് ഇത്ര എല്ലാവരും പറയുള്ളൂ, ആരെങ്കിലും ബർത്ത്ഡേ പരിപാടിയോ അങ്ങനത്തെ ഒരു ഫങ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ കുട്ടികളുടെ അടുത്ത് പോയി ജസ്റ്റ് എന്താ പറയുക സെലിബ്രേറ്റ് ചെയ്ത് നോക്കാം. കാരണം അവർക്ക് കാരണം ഒന്നാമത് പേരൻസ് ഇല്ലാതെ ഫീഡ് ചെയ്ത് വന്നതാണ്, ഓല അവിടുന്ന് ഫീഡ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഓൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഓലെ ലൈഫിൽ ഒരു ഹാപ്പിയാണ്. അതല്ലെങ്കിൽ നിങ്ങളെ ബർത്ത്ഡേക്ക് കൊണ്ടുപോയിക്കേണ്ട ഓൾക്ക് ചോക്ലേറ്റ്സ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടുന്ന് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ കാണാൻ വയ്ക്കും, എന്താ പറയുക, ഓൾക്ക് ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം ഓൾക്ക് ഒരു ടൈമത്തെ ഫുഡ് നിങ്ങളെ വക കിട്ടാൻ നമ്മൾ ഓൾക്കൊരു ഹാപ്പിനെസ്. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഞാൻ പറയണ്ട, നിങ്ങളതെ ഇതിൽ ചെന്ന് നോക്കുക, അപ്പം നമുക്ക് മനസ്സിലാവും. കേട്ടോ, നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഞാൻ എൻ്റെ നേറ്റിൽ വീഡിയോ എടുക്കണം, ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണമൊക്കെ ആ ഏരിയ നിന്നാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഓൾക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. പോയോട്ടെ, ഓൾക്ക് കിട്ടണ അത്രയും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഭാഗത്തുനിന്ന് കഴിയുന്ന സഹായത്താൽ ഞാൻ കളക്ട് ചെയ്യും. ബാക്കി എത്രത്തോളം ഉണ്ടാവുന്നുള്ള നമുക്കറിയാം. ഏതായാലും ചെന്ന് നോക്കാം, അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എത്രത്തോളം കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള നമുക്ക് ഇതാക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് വാങ്ങാൻ കിട്ടിയാൽ മറ്റേ അപ്പോൾ ഇവിടെ ആപ്പാൻ്റെ പീടിയിൽ പോയി. ആപ്പാക്ക് കുറുവിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബുസ്റ്റാൻ സൂപ്പർ മാർക്കറ്റ് അറിയും. അവിടെ പോയിക്കാണ്ട് ഇതുണ്ടായി, മറ്റേ നാപ്പീൻ്റെ ഡയറി മിൽക്ക് ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ആൾക്കാരെ എണ്ണ അനുസരിച്ചിക്കാണ്ട് അവിടെയുള്ള കുട്ടികളെ എണ്ണ അനുസരിച്ചിക്കാണ്ട് ഞാൻ വാങ്ങി. ഏതായാലും അവിടെ ചെന്നാൽ ഞാൻ ഇവിടെ പോകുമ്പോൾ ബൈക്കിൽ വാങ്ങാന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ അത് എന്താ പറയുക, ചിലപ്പോൾ എല്ലായിടത്തും സാധനം കറക്റ്റായി കിട്ടിയെന്ന് വരില്ല. ആ ഒരു കാരണം കൊണ്ടാണ് പിന്നെ ഇവിടെ തന്നെ ആദ്യം വാങ്ങി. സാധനം ഉണ്ടെന്ന് ഉറപ്പായി. ഇവിടെ ചെന്നപ്പോഴത്തെ സാധനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല, ആദ്യം ചെന്നപ്പോഴത്തേനും സ്റ്റോക്ക് കണ്ടു. അപ്പോൾ ഞാൻ നാപ്പീൻ്റെ എന്തെങ്കിലും അടുത്ത ആൾക്കാരെ എണ്ണം വെച്ച് കുട്ടികളെ എണ്ണം വെച്ചാണ്ട് വാങ്ങി. ഏതായാലും ഞാൻ അവിടെ ചെല്ലട്ടെ, എന്നിട്ട് ബാക്കി അവിടെ സ്ഥലം ഏരിയയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കോട്ടപ്പടി വടക്കൻ മണ്ണ റോഡിൽ നിന്ന് നേരെ ഉള്ളിൽക്കൊരു സ്കൂൾ റോഡാണ് ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ കൂടിയാണ് നമ്മൾ ഇവിടെ പോകാൻ എൻട്രി. ഓക്കെ, ജസ്റ്റ് ഞാൻ അവിടെ എത്തി കാണിച്ചു. ഈ റോഡ് കുറച്ചാണ് പോയി സ്കൂളുണ്ട്, സ്കൂളും കാര്യങ്ങളും കവർ ചെയ്ത് പോകണം. അത് കഴിഞ്ഞിട്ടാണ് ഈ അമ്മത്തൊട്ടിൽ ഇവിടെ വരുന്നത്. ഏകദേശം വലിയ ദൂരമൊന്നുമില്ല, ഒരു ചെറിയ റേഞ്ച് കവർ ചെയ്യാനുള്ള ഏരിയ ഉള്ളു ഇവിടുന്നകത്തുള്ളത്. ഓക്കെ, ഈ സ്കൂളും കഴിഞ്ഞ് പോയിട്ടാണ് മറ്റേ ഈ അമ്മത്തൊട്ടിലാണ് അത് കുട്ടികളെ അത് വരുന്നത്. ഇതാണ് ഏരിയ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്ട് ഞാനവിടെ ചെന്നോട്ടെ. ഏതെങ്കിലും കുട്ടികളെ വീഡിയോ എടുക്കാൻ പാടില്ല, അതായത് പ്രൈവസിൻ്റെ ഇഷ്യൂ ആണ്. അത് ആര് വന്നാലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതാണ് ഏരിയ. പിന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു. ഏതായാലും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ജസ്റ്റ് നിങ്ങളും ചെയ്തു കൊടുത്തു. ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുക്കാം, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കോൺടാക്ട് ചെയ്താൽ കാര്യങ്ങൾ അറിയാം, എന്താ ചെയ്യേണ്ടതെന്നുള്ള പോലും പറഞ്ഞുതരും. ഓക്കെ, അതായത് എന്താ പറയുക, നിങ്ങൾക്ക് ഈ പാരൻറ്റിങ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മുക്കാൽ ആൾക്കാർക്കും പാരൻറ്റിങ് കിട്ടിയേക്കാരം. പാരൻറ്റിങ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട്, മനസ്സിലായോ? ആ കുട്ടികളുടെ ഫീലിംഗ് എന്താണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ആ സ്നേഹം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ സ്ഥലത്തൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനത്തെ കുട്ടികൾക്ക് കിട്ടിയത്, നമുക്ക് കിട്ടിയതും ഇവൾക്ക് കിട്ടാത്തതായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത്. ആ പാരൻറ്റിങ്ങിൻ്റെ സ്നേഹം നിങ്ങൾക്ക് വേറെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ഇവിടെ വന്ന് കണ്ട് കുട്ടികളെ ഫോട്ടോ എടുത്താൽ സ്റ്റാറ്റസ് ഇടാനോ സ്റ്റോറി ഇടാനോ ആ പരിപാടിക്ക് വരരുത്. ഓക്കെ, അതിനല്ല ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്.
അസലാസ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് അവിടെ വന്നുകൊണ്ട് വീഡിയോ എടുത്ത് ഓരോരുത്തരുടെ സ്റ്റോറി ഇട്ട് എന്നിട്ട് ടൈമൊന്ന് ലൈക്ക് വരി, അതിനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണം എന്താ വെച്ചാൽ നിങ്ങളെ മുന്നിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഏരിയ ഉണ്ട്, ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഏരിയ ഇവിടെ ഉണ്ട്, നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ നിന്ന് എല്ലാവരും കുട്ടികൾക്കൊന്ന് ഫോട്ടോ എടുക്കുക, സ്റ്റോറി ഇടാൻ വേണ്ടി നടക്കാം, ആൾക്കാർ മുന്നിൽ പബ്ലിസിറ്റി, മനസ്സിലായോ? ആൾറെഡി പബ്ലിസിറ്റി ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണമെങ്കിൽ വരിക. നിങ്ങൾക്ക് ആ കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഫീലിങ്ങൊക്കെ മാറും. നിങ്ങളെ മനസ്സന്നെ വേറെ ഒരു ലെവൽക്കായി മാറും. പിന്നെ എല്ലാ റിലീജിയനും പഠിപ്പിച്ചിരുന്ന കാര്യമുണ്ട്, വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയത്. അത് ഏത് റിലീജിയനാണെന്നൊന്നുമില്ല, എല്ലാ റിലീജിയനിലും കോമൺ ആയി പറഞ്ഞാണ്. അപ്പോൾ അതിനനുസരിച്ച് നിൽക്കണം, അല്ലാതെ ഒരിക്കലും സ്റ്റാറ്റസും സ്റ്റോറി ഇടാൻ വേണ്ടി മാത്രം ആവരുത്. ദെൻ ഏതായാലും ഈ ഓണം കഴിഞ്ഞതിന് മുമ്പ് ഇവിടുന്ന് ബിൽഡിങ് മാറാണ്. ഏകദേശം ഈ ഓണം കഴിയുമ്പോഴത്തേനും പോയി പുതിയ ബിൽഡിംഗ് മാറും. ഇവിടെ അല്ല, പട്ടർക്കാടുമാണ് ഏരിയക്കാണ് ഇനി മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞാൻ പറഞ്ഞ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ ഇവിടെ സ്ക്രീനിൽ എവിടെ ഞാൻ പ്ലേ ചെയ്യാം. അപ്പോൾ ഓരോ കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് ഓരോട് പറയാം. ഓക്കെ, അപ്പോൾ ഓരോ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടേക്ക് ചെല്ലാം. ഒരു നേരത്തെ ഫുഡാണെങ്കിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാം, അതിൽ ഒരു ദിവസത്തെ ഫുഡാണെങ്കിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാം, ഡ്രസ്സും ആണെങ്കിൽ അങ്ങനെ ഡൊണേറ്റ് ചെയ്യാം. എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ കേട്ടോ, അല്ലാതെ ഇന്ന തന്നെ ചെയ്യണം ഓല് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി എങ്ങനെ വെച്ചാൽ ചെയ്യാം. ഓക്കെ, ഏതായാലും പറ്റുന്ന ആൾക്കാർക്ക് പരമാവധി ഹെൽപ്പ് ചെയ്യാൻ നോക്കാം. അങ്ങനെ പിന്നെ ഞാൻ പഴയ പൊസിഷനാണ് എൻ്റെ വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്ക് എത്താനായി. ഈ കയറ്റം ഇങ്ങനെ കയറി കഴിഞ്ഞ് പോയാൽ നമ്മൾ ലൊക്കേഷൻ എത്തും. ഇതാണ് നമ്മൾ ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് ഞാൻ എല്ലാ വീഡിയോ ഇടലും, ശകലമാനം വീഡിയോ ഇടലും ഇവിടെ നിന്നാണ്. ഇത് ആ ഏരിയ എന്നാണ് മറ്റേ ചലഞ്ച് ഇട്ടിൻ്റെ, എത്ര പേർക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല, അതാണ് ആ ഏരിയ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയാലോ, നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, പബ്ലിസിറ്റിക്കല്ല, ഡൊണേറ്റ് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ പോയി കോൺടാക്ട് ചെയ്യാം. അവിടെ ഒരിക്കലും പോയിക്കാണ്ട് അവിടുത്തെ കുട്ടികളെ പോയിക്കാണ്ട് സ്റ്റോറി ഇടാനും സ്റ്റാറ്റസ് ഇടാനും ഒപ്പം ഫോട്ടോ എടുക്കാനും ആ പരിപാടിക്ക് നിൽക്കരുത്. കാരണം ഒന്നാമത് ഓല അങ്ങനെ വളർന്ന കുട്ടികളാണ്. അപ്പോൾ ജസ്റ്റ് ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ പോയിക്കുള്ളൂ, ഡൊണേറ്റ് ചെയ്തോളൂ. ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ല ഒരു ദിവസത്തെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഡ്രസ്സ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡൊണേറ്റ്, നിങ്ങൾ ഇഷ്ടം പോലെ എന്താ ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ ഏരിയയിലുള്ളത് ഇവിടെയാണ്. പിന്നെ ചിലപ്പോൾ നിങ്ങളെ ഈ മലപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഏരിയയിൽ തന്നെ വേറെ വേറെ ഇതേമാതിരി ഉണ്ടാവും, അമ്മത്തൊട്ടിൽ ഇതേമാതിരി വേറെ വേറെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കാം. നിങ്ങൾ ഈ ബർത്ത്ഡേക്ക് സെലിബ്രേഷനൊന്നും ഓലപ്പം ആക്കി കഴിഞ്ഞാൽ ഓൾക്ക് ആ കേക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഹാപ്പിനെസ് ഓൾക്ക് വേറെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോഴേ ആ ഫീൽ കിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ഫ്രീ ആകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊന്ന് പോയി നോക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ പറഞ്ഞത്, എന്താണ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്ന ഹാപ്പിനെസ്, എന്താണ് ഞാൻ പറഞ്ഞ ഫീലിങ്സ് എന്നുള്ളത്. പിന്നെ നിങ്ങൾക്കവിടെ സ്പോൺസർ ചെയ്യാൻ പറഞ്ഞില്ലേ, ഫുഡ് ആയിക്കോട്ടെ, ടൈമത്തെ ഫുഡ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തും സ്പോൺസർ ചെയ്യാം. നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ ഡൊണേറ്റ് ചെയ്യാൻ എന്തും ചെയ്യാം. ഞാൻ ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് 18 കുട്ടികളാണ്. അതിൽ ന്യൂ ബോൺ ബേബികളുണ്ട്, ഐ മീൻ 3 to 1 month to 3 വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികളുണ്ട്. പിന്നെ അതേമാതിരി അതിൻ്റെ മേൽക്കുള്ള ഏജുള്ളവരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ ടൈമിൽ, ഇന്നത്തെ ഡേറ്റിൽ മൊത്തം 18 കുട്ടികളാണ് അവിടെ ഉള്ളത്. ഞാൻ ഏതൊരാൾക്ക് പോയപ്പോൾ ഒരു 40 ഡയറി മിൽക്ക് 18 കൊണ്ടുപോയി ഞാൻ കൊടുത്തു. പിന്നെ ബാക്കിയുള്ള സ്പോൺസർ ചെയ്ത് എന്താണെന്നുള്ളത് നമ്മൾ പബ്ലിഷ് ചെയ്യണില്ല, കാരണം എനിക്ക് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞാണ്, എല്ലാ റിലീജിയനും പഠിപ്പിച്ചാൽ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, വലത് കൈ കൊണ്ട് ചെയ്യുന്ന ഇടത് കൈ അറിയരുത്. അപ്പോൾ ആ കോൺസെപ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ ഈ ചലഞ്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ തുടക്കം നല്ലതാണെന്നുള്ള എനിക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഈ ഒരു കമൻറ്റ് എൻ്റെ മുന്നിൽ കിട്ടുന്ന ബ്രദറിന് ബിഗ് സല്യൂട്ട് ബ്രോ. കാരണം ഇങ്ങനത്തെ ഒരു നല്ല കമൻറ്റ് ആലോചിച്ച് മുന്നിൽ കിട്ടുന്നതെന്ന് ആലോചിച്ചുമ്പോൾ എനിക്ക് അത് പറയാൻ വാക്കുകളില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്, യുവർ സപ്പോർട്ട് ആൻഡ് എവറിത്തിങ്. താങ്ക്സ് ഫോർ അവർ. അപ്പോൾ ഇനിയും ചലഞ്ചുകൾ വരും, അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. പിന്നെ ഞാൻ പറഞ്ഞ ചലഞ്ച്, നമ്മളെ ചലഞ്ച് തീർന്നില്ല, ഇനി 99 കമൻറ്റ് പിക്ക് ചെയ്യാൻ കിടക്കാണ്. അപ്പോൾ പോയിൻ്റെ റീലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഷോർട്സിൻ്റെ അടിയിലോ പോയി കമൻറ്റ് ചെയ്തോളി, നിങ്ങളെ കമൻറ്റ് ഞാൻ പിക്ക് ചെയ്യും.